എനിക്ക് ഇഷ്ടമുള്ള പോലെ തൈരും ചോറും ഉണ്ടാക്കി തരുമായിരുന്നു ആരതി ചേച്ചി. അവൾക്ക് മാത്രമേ അതറിയൂ. അത്രയല്ലേ ഉള്ളൂ. നിന്റെ ചേച്ചി എങ്ങനെയാണ് നിനക്കുണ്ടാക്കി തരുന്നതെന്ന് പറയും, ഞാനും അതുപോലെ ചെയ്തു തരാം. അത് വേണ്ട. എന്നാ ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യോ? എന്താ? ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ നിലാവെളിച്ചത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. ഞാൻ എല്ലാവർക്കും ഉരുട്ടിത്തരാം. വെറുതെ ഉരുട്ടിത്തരുന്നല്ല, തൈര് ചോറ് അതിനകത്ത് നന്നായിട്ട് ഇളക്കി ഞാൻ എല്ലാവർക്കും തരാം. പക്ഷേ ഒരു കാര്യം മാത്രം, വിഷമിച്ചിരിക്കുന്നവർക്കേ ഞാൻ തരത്തൊന്നുമില്ല. വേണ്ട വേണ്ട വേണ്ട. എന്താടി നിനക്ക് വേണ്ടേ? അപ്പൊ എല്ലാം ഞാൻ കഴിക്കട്ടെ. എന്തിന്? എനിക്കും വേണോ? സത്യം പറയുവാണെങ്കിൽ ഞാൻ ഈ കളി ഇതുവരെ കളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഗെയിം കളിക്കാൻ ഞാനില്ല. അതെ അതെ, എല്ലാം നിനക്ക് സില്ലിയാണ്. ഞാൻ നിനക്ക് ഡെമോ കാണിക്കാം. ആക്ച്വലി എന്താന്ന് വെച്ചാ ഈ ഗെയിമിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കണം. സിദ്ധാർത്ഥ്, നീ അങ്ങോട്ട് പോ. ഞാൻ നിന്റെ അടുത്ത് ഇരിക്കുള്ളൂ. സിദ്ധാർത്ഥ്, ഇത് ഗെയിമാ, അങ്ങോട്ട് പോവാനല്ലേ പറഞ്ഞേ? എനിക്കൊന്നും അറിയില്ല, ഞാൻ നിന്റെ അടുത്ത് തന്നെ ഇരിക്കുള്ളൂ. അത്ര. ഓ, അത് വീട് ചേച്ചി, അവർ ഓപ്പോസിറ്റ് കളിക്കുന്നവരാണെന്ന് വിചാരിക്കാം. ഓക്കെ ഫൈൻ, സേഫ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്റെ ഓപ്പോസിറ്റ് അല്ലേ? സോ നിങ്ങളാണ് ചോദിക്കേണ്ടത്. ആ, ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. ഓക്കെ, എനിക്കൊരു ഉമ്മ വേണം. നിങ്ങളൊന്ന് ചുമ്മാതിരിക്കേ. ഇതൊക്കെ നമ്മൾ കോളേജ് ടൈമിലേ ചെയ്തതല്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കാവോ? അതും എല്ലാവരുടെ മുമ്പിൽ. അതുകൊണ്ട് ഇതിൽ നല്ല രസമുണ്ടെന്ന് പറഞ്ഞേ. ഇപ്പൊ മനസ്സിലായോ? ആ, മനസ്സിലായി. ഇനി നീ കറക്കും. ഇവൻ ഡേർന്നാണല്ലോ പറഞ്ഞത്. ഞാൻ ഇനി ഉമ്മ ചോദിക്കണോ? അമ്മു ഇനി എന്നാലോചിച്ചിരിക്കുക? ചോദിക്ക്. അയ്യോ, എനിക്ക് എന്താ ചോദിക്കേണ്ടത് മനസ്സിലാവുന്നില്ല ചേച്ചി. ഡോണ്ട് വെറി അമ്മു. ഡോണ്ട് വെറി അമൂല്യ, ഇറ്റ്സ് ഓക്കെ. നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. ഇവനും ഇനി ഉമ്മ കൊടുക്കാനുള്ള റേഞ്ചിൽ എത്തിയോ ആവോ?
ചോദിക്കമ്മോ. പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞേക്കാമോ? പ്രപ്പോസ് ചെയ്യുമ്പോ തന്നെ എസ് എന്ന് പറഞ്ഞേക്ക്. പിന്നെ വരുന്നതൊക്കെ പിന്നെ. അമൂല്യ, നീ ഇപ്പൊ ചോദിക്കുന്നുണ്ടോ ഇല്ലയോ? 10 പച്ചമുളക് കഴിക്കണം. ശരി, എടുത്തോണ്ട് വാ. ഞാൻ 10 അല്ല 20 എണ്ണം കഴിക്കും. അതെ വിക്കി, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല കേട്ടോ. എന്ത് പറ്റില്ല? എങ്ങനെ പറ്റില്ല? ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാറില്ല. വെറുതെ എന്നെ നിർബന്ധിക്കാൻ നിക്കണ്ട വിക്കി. ഇത് നല്ല കഥയല്ലോ. ആ ഡ്രസ് ഇട്ടിട്ട് നീ റോട്ടിലൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല. കമോൺ ആർതി, എന്റെ മുമ്പിലല്ലേ. ഇല്ല, എനിക്ക് നാണം വരുന്നുണ്ട്. അത് നിന്റെ തോന്നല് മാത്രം. ആ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, എനിക്ക് ഉറപ്പാ. പുറത്തേക്ക് വാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരുവേ. വേണ്ട വേണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് വരാം. എന്റെ എക്സ്പെക്ടേഷൻ കുറഞ്ഞു. കാരണം നീ അതിനേക്കാളൊക്കെ ഒരുപാട് ബ്യൂട്ടിഫുള്ളാ. ഏറ്റവും സുന്ദരി മോണാലിസ എന്നാ പറയാറ്. പക്ഷെ നീ അവളെ ഒറ്റയടിക്ക് കടത്തിവിട്ടി. പക്ഷെ ഈ സൗന്ദര്യം എനിക്ക് മാത്രമുള്ളല്ലേ. നോക്കാൻ ഈ 2 കണ്ട് പോരാതെ. അച്ഛ, എന്ത് സുന്ദരിയാ നോക്കി. എഴുതിയിട്ട് ബൈഹാർട്ട് ചെയ്തത് അത്രേ ഉള്ളൂ. എന്റെ വിക്കി, ഇവിടെ ഇരിക്കേ. ഇപ്പോഴാ വർക്കോട്ടെ. വേദാന്തി ഇതൊന്നും കഴിക്കാൻ പോകുന്നില്ലെന്നേ. അത് ചേട്ടാ, നല്ല എരിവാണ്. വിക്കി ചേട്ടന്റെ റൂമിൽ നിന്ന് ഏതെങ്കിലും സൗണ്ട് കേട്ടു. ഇനി ഞങ്ങള് പോയി കിടന്നുറങ്ങട്ടെ. നിങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്യും. അമൂല്യ, വീണ്ടും മുളക് കഴിക്കാൻ എന്നെ വാശി പിടിപ്പിക്കണ്ട, മനസ്സിലായോ? അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങള് വാ. മോളെ, ഓക്കേ.
എരിയുന്നേ എരിയുന്നേ. എരിയുന്നു 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 എരിഞ്ഞിട്ട് വയ്യ അമൂല്യ. വേഗം വാ വേഗം വാ. എനിക്ക് വയ്യ. എരിവ് കുറഞ്ഞോ? എരിവ് കുറഞ്ഞോ? എരിവ് കുറഞ്ഞോ? എടി പൊട്ടത്തി. പോയില്ലേ പോയില്ലേ പോയില്ലേ? എന്താ ഇത്? ഒന്നും സംസാരിക്കണ്ട നീ. എല്ലാവരുടെ മൈൻഡ് ചീത്ത ഏൽപ്പിക്കാനാണല്ലേ ഇങ്ങനെ ചെയ്യുന്നേ? ഇത് കഴിക്കുന്നേ. ഇത് എനിക്ക് വേണ്ട. നന്നായി എരിയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കഴിക്കാനാ വേണ്ട. പറഞ്ഞത്. സ്റ്റാച്ചു മര്യാദക്ക് പറഞ്ഞ കേക്കില്ല അല്ലേ? ഇത് തിന്ന്. ബിസിനസ് ഐക്കൺ ഓഫ് ദ ഇയർ ദ ഗ്രേറ്റ് വേദാന്ത് മേനോൻ കരയുന്ന കാണാനായിട്ട് നല്ല രസമായിട്ടുണ്ട്. ഇതൊരു വീഡിയോ എടുത്ത് എങ്ങനെ ഉണ്ടാവും? ഏയ് നീ ഇപ്പൊ സ്റ്റാച്ചു ഇല്ല. റിലീസ്. എനിക്ക് നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിക്കാൻ വയ്യ അമൂല്യ. പറയ അമൂല്യ പറയ്. ആ കാരണം എന്താന്ന് പറയ്. എന്താണെന്ന് വെച്ചാൽ ഐ ലവ് യു. ഐ ലവ് യു. ഇപ്പൊ എങ്ങനെയുണ്ട് വേദ? എരിവ് കുറച്ച് കുറഞ്ഞോ? കുഴപ്പമില്ല. നന്നായി. എന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ ശരിക്കും പേടിച്ചു. ഇതൊന്നും എനിക്ക് അത്ര വിഷയമുള്ള കാര്യമല്ല. അത്രയ്ക്ക് എരിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്ത് അത്രയ്ക്ക് ഇല്ലായിരുന്നോ? ഞാൻ ആ കാലം തൊട്ട് തൊഴുതോട്ടെ. എന്നാടി ശക്തിമാൻ പറഞ്ഞതാ. ഇതിനൊരു കുറവുമില്ല അല്ലേ? ഇതെപ്പോഴാ ലോക്കായേ? എന്തുപറ്റി? വീണ്ടും എരിയുന്നുണ്ടോ? എരിഞ്ഞതല്ല, ഡോറ് ലോക്കായിട്ടുള്ള.
എന്തോ ഒന്ന് കുറവുണ്ടല്ലോ. വെറുതെ ഇരിക്കണ്ടേ വിക്കി, ചുമ്മാ ഓരോന്നിങ്ങനെ പറയല്ലേ. ഒരു മിനിറ്റ്. എന്തിനാ കരയണേ? ഞാനിപ്പോ ആരതി വിക്രാന്ത് മേനോനാണെന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വിക്കി.
ശ്രീമദ് രമാരമണ ഗോവിന്ദ ഹരി ഗോവിന്ദ. അകത്ത് കയറിയപ്പോ ഞാൻ ഡോറൊന്നും ലോക്ക് ചെയ്തില്ല. ഐ നോ ഇറ്റ്. കാറ്റത്ത് വാതിൽ അടഞ്ഞു പോയതാവും. ആ ഡോറ് ശരിയല്ല. കാർപ്പൻറ്ററെ വിളിച്ചത് നന്നാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവന്മാര് വന്നില്ല. എല്ലാം നിന്നെ പോലെ കള്ളന്മാരാ. ഇനിയിപ്പോ എങ്ങനെയാ ഓപ്പൺ ചെയ്യുന്നേ? അകത്ത് നീ ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. പുറത്തുനിന്ന് കോഡ് ഇൻസേർട്ട് ചെയ്തിട്ട് തുറക്കണം. അയ്യോ ദൈവമേ, ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ എന്തിനാ തരുന്നേ? എക്സ്ക്യൂസ് മീ, അതിന് മാത്രം ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? ഈ സമയത്ത് ഞാനിവിടെ നിന്റെ കൂടെ ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഈ കാര്യം വീട്ടിൽ ആരെങ്കിലും ഒക്കെ അറിഞ്ഞാ തെറ്റിദ്ധരിക്കില്ലേ നമ്മളെ? എന്നെ പോലെ നല്ലൊരു കുട്ടിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ജന്തു. ഞാൻ ആദ്യം ഫോൺ വിളിക്കട്ടെ. ആദ്യം ഫോൺ എടുക്കുന്നില്ല. എനിക്കറിയാം നീ ഉറങ്ങുന്ന പോലെ അഭിനയിക്കാന്ന്.